നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കൂടി പറയുന്നത് ഗ്രേഡിംഗ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. ഞാനിവിടെ ഒരു സർഫസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഗ്രേഡിംഗ് എന്താണെന്ന് ഞാൻ പറയാം. ഗ്രേഡിംഗ് എന്ന് വെച്ചാൽ നമ്മളൊരു കുന്നുപോലെ അല്ലെങ്കിൽ ഒരു സ്ലോപ്പായിട്ടുള്ള ഒരു പ്രദേശത്ത് നമ്മളൊരു ലാൻഡ് ലെവൽ ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ ഒരു നമുക്ക് പ്രത്യേക ആകൃതിയിൽ നമുക്ക് എടുക്കാം. ഒരു സൈഡിൽ നിന്ന് മണ്ണ് കട്ട് ചെയ്തിട്ട് ഇപ്പുറത്തിട്ട് നമ്മൾ മണ്ണ് ലെവൽ ചെയ്യല്ലേ. ഇപ്പോൾ ഒരു ബിൽഡിംഗ് ഒക്കെ വെക്കുവാണെങ്കിൽ നമുക്ക് തറ വലിക്കണം. അങ്ങനെയൊക്കെയുള്ള പർപ്പസിന് സിവിൽ 3D ഉപയോഗിക്കുന്ന ടൂളാണ് ഗ്രേഡിംഗ്. അപ്പോൾ നമുക്ക് ഇവിടെ ഗ്രേഡിംഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്കിവിടെ ഹോമിനകത്ത് ടാബ് ഗ്രേഡിംഗ് എന്ന് പറയുന്ന ടാബുണ്ട്. അതിനകത്ത് ഗ്രേഡിംഗ് ക്രിയേഷൻ ടൂളിലൂടെയാണ് നമ്മൾ ഗ്രേഡിംഗ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഗ്രേഡിംഗ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. ഗ്രേഡിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രേഡിങ്ങിനകത്ത് നമുക്ക് 3 കണ്ടൻറ്റ് വരുന്നുണ്ട്. ഒന്ന് ഫീച്ചർ ലൈന്, രണ്ടാമത്തത് സർഫസ്, മൂന്നാമത്തെ ഗ്രേഡിങ്. ഇത് മൂന്നും കൂടെ നമുക്ക് ഒരു ഗ്രൂപ്പിലാക്കിയാൽ മാത്രമേ നമുക്ക് ക്വാണ്ടിറ്റി എടുക്കാൻ നേരം നമുക്ക് ചിലപ്പം കട്ട് ജാസ്തിയായി വരും, അല്ലെങ്കിൽ കട്ട് കുറവും, ചിലപ്പം ഫില്ല് കൂടുതലും. അതുപോലുള്ള സിറ്റുവേഷനിൽ നമ്മൾ എല്ലാം ഈക്വൽ ചെയ്യാനായിട്ട് നമുക്ക് ഗ്രേഡിങ് കുറച്ച് പൊക്കുകയും താത്തുകയൊക്കെ ചെയ്യണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഗ്രേഡിംഗ് ഗ്രൂപ്പിനകത്താണെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ സാധിക്കത്തുള്ളൂ. ഈ ഗ്രേഡിംഗ് ഗ്രൂപ്പ്സ് എല്ലാം വരുന്ന സൈറ്റിനകത്താണ്. വലിയൊരു പ്രൊജക്റ്റ് ചെയ്യുവാണെങ്കിൽ ആ പ്രൊജക്റ്റിൽ ഒരു പ്രദേശത്ത് കുറച്ച് ബിൽഡിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു സൈറ്റ് ഉണ്ടാവും, വേറെ പ്രദേശത്ത് കുറച്ച് വേറെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ സൈറ്റുകളായിട്ട് നമ്മൾ ചെറിയ ചെറിയ സൈറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഈ ഗ്രേഡിംഗ് ഒക്കെ വരുന്ന ഒരു സൈറ്റിലാണ്. അപ്പം ഞാനിവിടെ സൈറ്റൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ നമുക്ക് സൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഗ്രേഡിംഗ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ആയിക്കോളൂ. നമ്മൾ ഗ്രേഡിംഗ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. ഗ്രേഡിംഗ് ഗ്രൂപ്പ് 1 എന്നായിരിക്കും വരിക. ഇതിന് സർഫസ് ആവശ്യമുണ്ട്. സർഫസ് ക്രിയേഷൻ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ ഇതിന് വോളിയം എടുക്കാനായിട്ട് ബേസ് സർഫസ് ആവശ്യമാണ്. അത് നമുക്ക് ഈ എക്സിസ്റ്റിംഗ് സർഫസാണ്, അത് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഈ സർഫസ് 1 എന്നുള്ളത് ഓക്കെ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഗ്രേഡിംഗ് ഗ്രൂപ്പ് 1 ക്രിയേറ്റ് ആയി. ഞാനിപ്പോൾ ഒരെണ്ണം കൂടെ ക്രിയേറ്റ് ചെയ്യണം, കാരണം നമുക്ക് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ കാണിച്ചു തരാം എന്തിനാണെന്ന്. രണ്ടാമത്തത് ഗ്രേഡിംഗ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. ഇപ്പം ഗ്രേഡിംഗ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ആകൃതി അല്ലെങ്കിൽ ഒരു ഷേപ്പ് ആവശ്യമാണ്, ഒരു 2D ഷേപ്പ്. അപ്പം ഞാനിവിടെ ഒരു ഷേപ്പ് ഇടുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രേഡ് ചെയ്യേണ്ട ഏരിയ, ലെവൽ ചെയ്യേണ്ട ഏരിയ എന്ന് വെച്ചു. അപ്പോൾ ഇതിന് നമുക്കൊരു എലിവേഷൻ കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഫീച്ചർ ലൈൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എലിവേഷൻ കൊടുക്കണം. എന്താണ് ഫീച്ചർ ലൈൻ എന്നുള്ളത് അടുത്ത ട്യൂട്ടോറിയലിൽ ഞാൻ പറയാം. അപ്പം ഞാൻ ഇതിനൊരു എലിവേഷൻ കൊടുത്തിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇത് പോളിലൈനാണ്, ഈ പോളിലൈൻ 0 ആണ് എലിവേഷൻ. അപ്പോൾ ഞാൻ ഇതിന് ഒരു എലിവേഷൻ കൊടുക്കുകയാണ്. ഞാൻ ഇവിടുത്തെ സ്പോട്ട് എലിവേഷൻ ID കമാൻഡ് ഉപയോഗിച്ച് ഞാൻ ചെക്ക് ചെയ്യാം. ഈ കോണ്ടൂറിൻ്റെ കോണ്ടൂർ 106, ഇത് 108. അപ്പോൾ 108 എന്നുള്ള ഒരു എലിവേഷൻ ഞാനിവിടെ കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഗ്രേഡിംഗ് ക്രിയേഷൻ ടൂളിനകത്ത് പോവും. ഇതാണ് ഗ്രേഡിംഗ് ക്രിയേഷൻ ടൂൾ. ഇതെന്ന് പറയുന്ന ഗ്രേഡിംഗ് ഗ്രൂപ്പും ഇത് ടാർഗറ്റ് സർഫസ്, ഇത് ലെയറും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. നമ്മൾ ഗ്രേഡിംഗ് ഗ്രൂപ്പ് ഫസ്റ്റ് ചൂസ് ചെയ്ത് കൊടുക്കണം. ഞാൻ എന്തിനാണ് 2 എണ്ണം ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെ നമുക്ക് ഒരെണ്ണം ആണെങ്കിൽ നമുക്കിങ്ങനെ ചൂസ് ചെയ്യാനായിട്ട് വരില്ല. അപ്പോൾ 2 എണ്ണം ആയതുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഏതാണോ ഗ്രേഡിംഗ് ഗ്രൂപ്പ്, ആ ഗ്രേഡിംഗ് ഗ്രൂപ്പ് ചൂസ് ചെയ്ത് കൊടുക്കണം. കാരണം ഇപ്പം നമുക്ക് മൾട്ടിപ്പിൾ ഗ്രേഡിംഗ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ടാമത്തതും മൂന്നാമത്തതും അങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ഗ്രേഡിംഗ് ക്രിയേറ്റ് ചെയ്യാം. സൈറ്റ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് സൈറ്റ് 1 എന്നുള്ളതാണ്. അത് ഓക്കെ കൊടുത്തു. ഇവിടെ ടാർഗറ്റ് സർഫസ് ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനാണ്. ഓൾറെഡി നമ്മൾ ടാർഗറ്റ് സർഫസ് 1 എന്നുള്ളത് ഗ്രേഡിംഗ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുത്തായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ ഗ്രേഡിങ്. എവിടേക്കാണ് നമ്മൾ ഗ്രേഡ് ചെയ്യേണ്ടത്? ഗ്രേഡ് ടു ഡിസ്റ്റൻസ് ആണോ, നമുക്കൊരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിലേക്കാണോ ഗ്രേഡ് ചെയ്യേണ്ടത്, അതോ നമുക്കൊരു നമുക്കൊരു എലിവേഷൻ തന്നിട്ട് അതിലേക്കാണോ ഗ്രേഡ് ചെയ്യേണ്ടത്? റിലേറ്റീവ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അണ്ടുലേഷൻ ഉണ്ടാവുമല്ലോ. ഇപ്പം സർഫസിനകത്ത് ഒരു മേളിലൊരു എലിവേഷൻ, താഴെ ഒരു എലിവേഷൻ, ആ റിലേറ്റീവ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമുക്ക് ഉപയോഗിക്കാനാണ്. പിന്നെ ഗ്രേഡ് ടു സർഫസ്, അതായത് നമ്മൾ ഈ എക്സിസ്റ്റിംഗ് സർഫസ് ഉണ്ട്, ആ സർഫസിലേക്കാണോ നമ്മൾ ഗ്രേഡ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ ഗ്രേഡ് ടു സർഫസ് ആണ്. നമ്മൾ ചൂസ് ചെയ്ത് കൊടുത്തു. ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാനോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ക്രൈറ്റീരിയ ഒക്കെ മാറ്റി ഇവിടെ 2:1 എന്നുള്ളത് മാറ്റി 1:1 എന്നോ, അല്ലെങ്കിൽ നമുക്ക് ആ ക്രൈറ്റീരിയ ഒക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ പേരൊക്കെ ചേഞ്ച് ചെയ്ത് വേറെ നമ്മൾ പേരിലൊക്കെ ഇടാം. ഇത് ബൈ ഡിഫോൾട്ടായിട്ട് സിവിൽ 3D തന്നെ നമുക്ക് ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ തരുന്ന ഒരു ഇതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇതാണ് നമ്മുടെ ഗ്രേഡിംഗ് ക്രിയേഷൻ ടൂള്. ക്രിയേറ്റ് ഗ്രേഡിംഗ് ഇപ്പോൾ ഇത് ചോദിക്കുന്നത് സെലക്ട് ദ ഫീച്ചർ ലൈൻ നമ്മൾ ഇതുവരെ ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല, പക്ഷേ ഇത് പോൾ ലൈനാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പോൾ ലൈനെ നമ്മൾ ഫീച്ചർ ലൈനായിട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് ഇതിവിടെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇത്
ഫീച്ചർ ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പോപ്പപ്പ് വിൻഡോ വരും. ഇവിടെ നമ്മൾ കുറേ കാര്യങ്ങൾ കഴിക്കും. സൈറ്റ് 1 ഇതെല്ലാം ഡീഫോൾട്ടായിട്ട് നമുക്കിതിനകത്തൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ലെയറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇത് ചോദിക്കുന്നുണ്ട് എക്സിസ്റ്റിംഗ് ഈ പോളിലൈൻ ഡിലീറ്റ് ചെയ്യണമെന്ന്. ഞാൻ ഡിലീറ്റ് ചെയ്യാനാണ് ഓപ്ഷൻ കൊടുക്കുന്നത്. ഡിലീറ്റ് ചെയ്യേണ്ടെങ്കിൽ ടിക്ക് എടുത്താൽ മതി. അതുപോലെ തന്നെ നമുക്കിപ്പം ഞാനിവിടെ എലിവേഷൻ അസൈൻ ചെയ്തിട്ടില്ലെങ്കിൽ അസൈൻ എലിവേഷൻ കൂടെ കൊടുത്താൽ നമുക്ക് ഈ ഫീച്ചർ ലൈൻ ഒരു എലിവേഷൻ കൊടുക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ എലിവേഷൻ കൊടുത്തതെന്ന് നമുക്ക് ഇപ്പം മനസ്സിലായില്ലേ. കാരണം ഇത് നമുക്ക് ടിക്ക് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ഓൾറെഡി ഇതിനകത്ത് എലിവേഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ കൊടുത്തു. അപ്പം എങ്ങോട്ടാണ് ഗ്രേഡ് ചെയ്യേണ്ടതെന്ന്, സൈഡ് ഏതാണെന്ന് ചോദിക്കും. നമ്മൾ പുറം സൈഡിലേക്കാണ് നമ്മൾ ഗ്രേഡ് ചെയ്യേണ്ടത്. അതായത് ഉള്ളിലേക്കല്ല നമ്മൾ ഗ്രേഡ് ചെയ്യേണ്ടത്, നമുക്ക് പുറത്തേക്കാണ് ഗ്രേഡ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ പുറം ചൂസ് ചെയ്യും. എൻ്റയർ ലെങ്ത്ത് ഗ്രേഡ് ചെയ്യണമെന്ന് ചോദിക്കും, യെസ് കൊടുക്കും. കട്ട് ഫോർമാറ്റ് എന്ന് പറയുന്നത് സ്ലോപ്പാണെന്ന് ചോദിക്കും. അപ്പോൾ സ്ലോപ്പ് കൊടുക്കുക. അതിൻ്റെ കട്ട് ഫോർമാറ്റിൻ്റെ റേഷ്യോ കൊടുക്കുക. അതുപോലെ ഫിൽ ഫോർമാറ്റിൻ്റേത് സ്ലോപ്പാണെന്ന് ചോദിക്കും, സ്ലോപ്പാണോ ഗ്രേഡാണോ എന്ന് ചോദിക്കും. സ്ലോപ്പ് കൊടുത്തു, അതിൻ്റെ റേഷ്യോ കൊടുത്തു. ഇപ്പം നമ്മുടെ ഗ്രേഡിങ് ക്രിയേറ്റ് ആയി. ഇതാണ് നമ്മുടെ ഗ്രേഡിങ്. പക്ഷേ ഇത് ഒരു പൊള്ളയായിട്ടുള്ളൊരു ഇതാണ്, ഇതിനകത്ത് ഫുൾ ഫില്ലല്ല. അപ്പോൾ അതിന് നമ്മൾ ഗ്രേഡിങ് ഫില്ല് ഇവിടെ കൊടുക്കണം. നമ്മളിപ്പോൾ ഇവിടെ ഗ്രേഡ് ചെയ്തേക്കാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അറിയില്ല നമുക്ക് ഏതാ കട്ടാണോ ഫില്ലാണോ കൂടുതൽ എന്ന്. അപ്പോൾ അതിനറിയാനായിട്ട് നമുക്കിവിടെ ഗ്രേഡിങ് വോളിയം ടൂൾ ഉണ്ട്. ആ ഗ്രേഡിങ് വോളിയൻ്റെ ടൂള് നമ്മൾ സൈറ്റും നമ്മുടെ ഗ്രേഡിങ് ഗ്രൂപ്പും ചൂസ് ചെയ്ത് ഓക്കെ കൊടുത്താൽ ഇതിനകത്ത് നമുക്ക് കട്ട്, ഫില്ല്, നെറ്റ്, അതായത് കട്ടാണ് കൂടുതൽ വന്നേക്കുന്നത്. 1,63,428 ക്യൂബിക് മീറ്റർ കട്ട് ജാസ്തിയുണ്ട്. അപ്പോൾ അത് നമ്മൾ കുറയ്ക്കണം. അത് കുറയ്ക്കാനായിട്ട് നമുക്ക് ഒരു 0.5 നമുക്ക് ഒരു അപ്പ് ചെയ്ത് കൊടുക്കാം. ഇതാണ് അപ്പ് ഡൗൺ, ഇത് അപ്പ് ഇത് ഡൗൺ. ഇപ്പം അപ്പ് ചെയ്ത് കൊടുക്കാം ഈ ഗ്രേഡിങ് ഗ്രൂപ്പ് മൊത്തമായിട്ട്. ഇതിപ്പം ഗ്രേഡിങ് ഗ്രൂപ്പിലായതുകൊണ്ടാണ് നമുക്കിങ്ങനെ ക്രിയേറ്റ് ചെയ്യുക. അപ്പം നമ്മൾ ഓരോന്ന് നോക്കുക. അപ്പോൾ ഫില്ലായി. കട്ട് ഇനി ഒരു 0.2 കൂടെ കൊടുത്താൽ ചിലപ്പം കട്ടാവും. ഇപ്പോൾ ഇതാണ് നമ്മുടെ നെറ്റ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഗ്രേഡിങ് ഗ്രൂപ്പ് കറക്റ്റ് ചെയ്തു. കുറച്ച് ശതമാനം കട്ട് കൂടുതൽ വെച്ചിട്ട് ബാക്കി നമ്മൾ ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് എംബാക്ക്മെൻ്റ് എന്ന് പറയുന്ന സംഭവം കുറച്ച് വേണം. കാരണം ഈ ഫില്ലെന്ന് പറയുന്നത് അത്ര കോമ്പാക്ഷനുള്ള മണ്ണായിരിക്കില്ല. അപ്പം നമ്മൾ കുറച്ചും കൂടെ കൂടുതൽ ഫില്ല് ചെയ്യുന്ന രീതിക്ക് വേണം നമ്മൾ ചെയ്യാനായിട്ട്. നമുക്കിത് ക്ലോസ് ചെയ്താൽ ഇങ്ങനെയാണ് നമ്മൾ ഗ്രേഡിങ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഗ്രേഡിങ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിലാണ് നമ്മൾ അലൈൻമെൻറ്റ് ചെയ്യുന്നത്. ഇതിലേക്കാണ് നമ്മൾ ഇപ്പോൾ ഇവിടേക്കാണ് നമ്മൾ റോഡ് വരുന്നതെങ്കിൽ നമ്മൾ ഇവിടേക്കാണ് നമ്മൾ അലൈൻമെൻറ്റ് ചെയ്ത് നമ്മൾ കോറിഡോറൊക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഗ്രേഡിങ് ആദ്യം തന്നെ എടുത്ത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഇനി അടുത്ത ട്യൂട്ടോറിയലിൽ ഞാൻ അലൈൻമെൻറ്റ്, അതുപോലെ പ്രൊഫൈല്, ഡിസൈൻ പ്രൊഫൈല്, പിന്നെ അസംബ്ലി, കോഡോർ ഒക്കെ പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ മിസ്സാകാതെ എല്ലാം കാണുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.